വാങ്ങിച്ച് വെക്കുക, ഇടയ്ക്കിടെ കഴിക്കുക. തീരെ നല്ലതല്ല. പ്രത്യേകിച്ച് നമ്മളെ സ്കിന്നിന് നല്ലതല്ല. ഓവറായിട്ട് തടി വെക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. മധുരമുള്ള പദാർത്ഥങ്ങൾ വാങ്ങിച്ച് വെക്കുക, ലഡു, ജിലേബി അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങിച്ച് വെക്കുക. പിന്നെ നമുക്ക് ഈ കുർക്കുറെ അങ്ങനത്തെ സാധനങ്ങൾ, ലെയ്സ് അങ്ങനത്തെയൊക്കെ കിട്ടുമല്ലോ. അതൊന്നും കഴിക്കുന്നത് നമ്മളെ ആരോഗ്യത്തിന് തീരെ നല്ലതല്ല. അത് മാത്രമല്ല, നമുക്ക് സ്കിന്നിലെ പല ഇഷ്യൂസ്, പിമ്പിൾസ്, അതുപോലെ വേറെ റാഷസ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം സ്നാക്കിംഗ് എന്നുള്ള ഒരു പരിപാടി, പ്രത്യേകിച്ച് എംപ്റ്റി സ്റ്റൊമക്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ബേക്കറി എന്തെങ്കിലും കഴിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. ബിസ്ക്കറ്റ്സ് ഒക്കെ ടോട്ടലി അവോയ്ഡ് ചെയ്യണം. ബിസ്ക്കറ്റ് തീരെ കഴിക്കാനായിട്ട് പാടില്ല. ബിസ്ക്കറ്റൊക്കെ നമ്മളെ മൈദ ഉള്ള ഒരു പദാർത്ഥം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് തീരെ നല്ലതല്ല. എന്നാൽ വല്ലപ്പോഴും കഴിക്കുന്നത് കുഴപ്പമില്ല. സ്ഥിരമായി കഴിക്കുന്നത് ഒഴിവാക്കണം. രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് ഒഴിവാക്കണം. ഒന്നും കഴിക്കാതെ, രാവിലെ തൊട്ട് ഒന്നും കഴിക്കാതെ വേഗം പോയി ഒരു ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്ന അങ്ങനത്തെ ശീലമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ശരീരം നമ്മൾ ഇത്രയും കാലം ബിൽഡ് ചെയ്തെടുത്ത, അല്ലെ ഇത്രയും കാലം യോഗയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഫിറ്റ്നസ് ആയിട്ട് നമ്മുടെ ശരീരം വന്നിട്ടുണ്ടെങ്കിൽ അത് പോക്കാനായിട്ട് ഇത് മാത്രം മതി. അപ്പം ഇങ്ങനത്തെ അൺഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ ഉപേക്ഷിക്കണം. ബേക്കറി പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ ഈ കൊക്കക്കോള, ഈ ജ്യൂസ് ഐറ്റംസ് ഒക്കെ ബോട്ടിലിൽ വരുന്നത്, ഇതൊക്കെ അൺഹെൽത്തി ആണ്. ഇതൊന്നും കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടെൻഡർ കോക്കനട്ട് അങ്ങനത്തെ ജ്യൂസ് ഒക്കെ ഫ്രഷ് ആയിട്ട് അടിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ്. അതും ഷുഗർ ഇടാണ്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൽക്കണ്ടം അല്ലെങ്കിൽ വെല്ലം അങ്ങനത്തെ കാര്യങ്ങൾ അതിന് പകരമായിട്ട് ഉപയോഗിക്കാം. ഈ ഷുഗർ തന്നെ വേണമെങ്കിൽ ബ്രൗൺ കളറിലുള്ള ഷുഗർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വൈറ്റ് ഷുഗറിനേക്കാളും കുറച്ചും കൂടെ പോയിസൺ കുറവാണ്. വൈറ്റ് കളറിലുള്ള പഞ്ചസാരയ്ക്ക് പറയുന്നത് വൈറ്റ് പോയിസൺ എന്നാണ്. അത്രയും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഷുഗർ കൂടുതൽ കഴിക്കുന്നത്. നമ്മൾ ചായയിൽ പോലും പഞ്ചസാര ഇട്ട് കഴിക്കാത്തതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോകുമ്പോഴും അല്ലെ യോഗ ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നതാണ് ഷുഗർ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിനൊക്കെ വളരെയധികം ഗ്ലോയും കാര്യങ്ങളൊക്കെ വരാനും, അത് നമ്മള് ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ ആണ് എക്സ്റ്റേണലി നമുക്ക് കാണുന്നത്. നമ്മളെ ബ്ലഡ് അത്രയും പ്യൂരിഫൈ ആവുന്നുണ്ട് നമ്മൾ ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത്. അത് തന്നെയാണ് നമുക്ക് പുറമെ നമ്മളെ സ്കിന്നിലാണ് നമുക്ക് എന്തൊരു ബെനിഫിറ്റ് ഉണ്ടാകുമ്പോഴും ആദ്യം അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പം ഷുഗർ എന്ന് പറയുന്ന ഒരു പദാർത്ഥം നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയ രീതിയിൽ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു 2 സ്പൂണൊക്കെ ഇടുന്ന, ആദ്യം തന്നെ നമുക്ക് കുറയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. 2 സ്പൂൺ ഇടുന്ന സ്ഥലത്ത് നമുക്ക് ഒരു 1/2 സ്പൂണൊക്കെ ആക്കി പതിയെ കുറച്ച് കൊണ്ടുവന്നാൽ മതി. കാരണം തീരെ നല്ല ഒരു പദാർത്ഥമല്ല ഷുഗർ. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, വെല്ലം ഉപയോഗിക്കാം, പനം ശർക്കര അങ്ങനെയൊക്കെ പറയില്ല, ശർക്കര ഉപയോഗിക്കാം. പിന്നെ ബ്രൗൺ ഷുഗർ അതിന് പകരമായിട്ട് ഉപയോഗിക്കാം. കൽക്കണ്ടം ഉപയോഗിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പാലുൽപ്പന്നങ്ങളും അമിതമായി കഴിക്കുന്നത് നല്ലതല്ല. ചെറിയ രീതിയിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഇപ്പോഴത്തെ പാലുൽപ്പന്നങ്ങളും എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്ന് നമുക്കറിയില്ല. ഇപ്പൊ നമ്മളെ വീട്ടിൽ വളർത്തുന്ന പശു അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അല്ലാതെ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന പാലുൽപ്പന്നങ്ങളും കഴിക്കാനായിട്ട് പാടില്ല. കാരണം ഒവേറിയൻ ഫൈബ്രോയിഡ് ഒക്കെ കൂടുതലായിട്ട് പാലൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കുടിക്കുന്നവർക്ക് കൂടുതലായിട്ട് ഉണ്ടായതായിട്ട് പല റിസർച്ചസിലും ഇപ്പൊ വരുന്നുണ്ട്. അപ്പം നമ്മൾ പാലുൽപ്പന്നങ്ങളും മാക്സിമം പുറത്തു നിന്ന് വാങ്ങിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നാട്ടിന്റെ വീടിന്റെ അടുത്തുള്ള പശുവൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങിച്ച് കുടിക്കാം. അല്ലെ ആടിൻ്റെതാണെങ്കിലും വാങ്ങിച്ച് കുടിക്കാം. പിന്നെ കോൾഡ് ഐറ്റംസ്, വളരെ തണുത്തിട്ടുള്ള ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് കഴിക്കാത്തതാണ് നല്ലത്. വല്ലപ്പോഴും കഴിക്കുന്നത് ഇതൊന്നും കുഴപ്പമില്ല. എല്ലാ ദിവസവും കഴിക്കരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അലർജിക്കുള്ള, ഓരോരുത്തർക്ക് അലർജി ഉണ്ടാവും. അത് അവർ നോക്കിയിട്ട് ഏതൊക്കെയാണോ അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഈ ഷെൽ ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അലർജി ഉണ്ടാവും. കൂണുകൾ അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ അത് ഇൻഡിവിജ്വലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന ഒരു കാര്യം, ഒരു ദിവസം ഷുഗർ കണ്ടൻസേ ഇല്ലാതെ ഒരു ദിവസം എടുത്തു നോക്കാം. എങ്ങനെയുണ്ട്, ഇന്ന് ഞാൻ ഷുഗർ ഐറ്റംസ് ഒന്നും കഴിക്കുന്നില്ല, ഈ ആഴ്ച ഒരു ദിവസം കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ അതൊരു ആഴ്ചയിലാക്കാം. ആദ്യം ഒരു ദിവസമാക്കുക,
പിന്നെ ഒരാഴ്ചത്തേക്ക് കഴിക്കാണ്ടിരിക്കുക, അങ്ങനെ ഒരു മാസത്തേക്ക് കഴിക്കാണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മളൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. നമുക്ക് പെട്ടെന്ന് എല്ലാം അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ഈ പയർ വർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആദ്യം തന്നെ ഒരു പ്ലേറ്റ് പയറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം ഒരു സ്പൂണ് പയറ് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്, പിന്നെ ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ്, പിന്നെ 1 കപ്പ്. അങ്ങനെയാണ് നമ്മൾ ഒരു ഫുഡ്, നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫുഡ് നമുക്ക് എങ്ങനെ കഴിക്കാം എന്നുള്ള ഒരു കാര്യം, നമുക്ക് എങ്ങനെ അതൊരു പ്രാവർത്തികമാക്കാം എന്നുള്ളത്. അല്ലാണ്ട് ആദ്യം തന്നെ പോയിട്ട് എനിക്ക് വെജിറ്റേറിയൻ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ആദ്യം ചെറിയ ചെറിയ ഫുഡ്സ് ഏതൊക്കെയാണ് എന്റെ ബോഡി അഡാപ്റ്റ് ആയിരുന്നത്, ആദ്യം ചെറിയ രീതിയിൽ അത് കഴിച്ചേക്കാം. പാല് തീരെ കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ 1 സ്പൂണ് പാല് കുടിക്കുക, പിന്നെ ഒരു 1/2 ഗ്ലാസ് പാല് കുടിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് നല്ല പാല് കിട്ടുന്നുണ്ടെങ്കിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. നല്ല പാല് കിട്ടുന്നില്ലെങ്കിൽ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുക. പിന്നെ ഓയിലി ഫുഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പുറത്ത് ഒരു ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ അങ്ങനെ തട്ടുകടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഓയിലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. പക്ഷെ ഏതെങ്കിലും ദിവസങ്ങളിൽ, അല്ലെ മാസത്തിൽ ഒരു ദിവസം, മാസത്തിൽ 2 ദിവസം ഒന്നും കഴിച്ചുകൊണ്ടൊന്നും ഒന്നും പറ്റാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷെ ഡെയിലി ഇതൊരു ഹാബിറ്റ്, ദിവസവും ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു പഴംപൊരി കഴിക്കുന്നു, അങ്ങനെ കഴിക്കുന്ന ശീലമുള്ളവരുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലെങ്കിൽ ദിവസവും നമ്മൾ ചായ തന്നെ ഒരു 4-5 തവണ കുടിക്കുന്നതൊന്നും നല്ലതല്ല. ചായയൊക്കെ രാവിലെ ഒരു ടൈം സ്ഥിരമായി കഴിക്കുന്നവരാണെങ്കിൽ ഒരു നേരം, മാക്സിമം 2 നേരം കഴിക്കുന്നതാണ് നല്ലത്. കോഫിയൊക്കെ ആണെങ്കിൽ പോലും, കോഫിയൊക്കെ കഫീനൊക്കെ ഭയങ്കര അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ശീലമേ അല്ല. കോഫി പ്രത്യേകിച്ച് ബ്രെയിനിനെ ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ഒരു നേരമൊക്കെ കോഫി കുടിക്കുക. അതിൽ കൂടുതലായിട്ട് ഒരു 4 തവണയൊക്കെ കോഫി കുടിക്കുന്ന ശീലം ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ബോൺ ഡിസീസസ്, ബ്രിട്ടിൽ ആയിട്ടുള്ള നമ്മളെ ബോണിന് തേയ്മാനം പോലത്തെ അസുഖങ്ങൾ ഭാവിയിൽ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ചായ കുടിക്കുമ്പോഴും ഓവറായിട്ട് കോഫി കുടിക്കുമ്പോഴും നമ്മുടെ എല്ലുകളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. അപ്പൊ അത് ആലോചിക്കണം. ഒരു തവണയൊക്കെ കുടിച്ച് ചായ കുടിയും കാപ്പി കുടിയും ഒക്കെ ഒരു തവണ കൊണ്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. ബാക്കി സമയം നമുക്ക് വെള്ളം കുടിക്കാം, ഫ്രഷ് ജ്യൂസ് കുടിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. പിന്നെ ഈ ബർഗർ, അതുപോലെ നമ്മളുടെ ഈ റാപ്പ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങള് ഇത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നല്ല ഞാൻ പറയുന്നത്. വല്ലപ്പോഴും നമുക്ക് കഴിക്കാം. സ്ഥിരമായി ഇതൊരു ഹാബിറ്റ് ആക്കരുത്. ബ്രെഡ്, പേസ്ട്രീസ്, അങ്ങനത്തെ എല്ലാ മൈദ കൊണ്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും, മൈദയുള്ള പൊറോട്ട, ബീഫ് ഒക്കെ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഒഴിവാക്കണം. വല്ലപ്പോഴും നമുക്ക് മന്ത്ലി ട്വൈസ് അല്ലെ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മളെ ബ്ലഡ് എന്ന് പറയുന്നത് ആൽക്കലൈൻ ആണ്. നമ്മളുടെ ബ്ലഡ് കൂടുതലായിട്ടും ഒരു ഉപ്പു രസം ഉള്ളതാണ് നമ്മളുടെ ബ്ലഡ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഉപ്പ് രസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ ബ്ലഡിന് ഒരു കഴിവുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട്, സ്വെല്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഈ ബ്ലഡിന്റെ ആൽക്കലൈൻ നേച്ചർ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡുകളിൽ ഈ ഒരു ആൽക്കലൈൻ ഉപ്പ് പദാർത്ഥം കൂടുതലുള്ള തരത്തിൽ കഴിക്കുക. ഏതൊക്കെയാണ് ഈ ആൽക്കലൈൻ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എല്ലാ ഈ ഫ്രൂട്ട്സുകളും, എല്ലാ പഴവർഗ്ഗങ്ങളും നമുക്ക് കഴിക്കാം. സ്ഥിരമായി എല്ലാ പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇതിൽ ഈ ഡയബറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കണം, വളരെയധികം ക്വാണ്ടിറ്റിയിലൊന്നും ഫ്രൂട്ട്സ് കഴിക്കണ്ട. പിന്നെ ആൽക്കഹോള് ചെറിയ രീതിയിൽ, അത് എല്ലായ്പ്പോഴും കഴിക്കരുത്, അവോയ്ഡ് ചെയ്യുന്ന ഫുഡ്സിൽ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ആൽക്കലൈൻ ആണ് ആൽക്കഹോൾ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ ലീഫി വെജിറ്റബിൾസ്, ഇലക്കറികളെല്ലാം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അതും ആൽക്കലൈൻ ആണ് നേച്ചർ. അതുപോലെ തന്നെ ബാർലി, യവം എന്നാണ് മലയാളത്തിൽ പറയുന്നത്, യവം കഴിക്കാനായിട്ട് പറ്റും. ഫ്രൂട്ട്സിൽ തന്നെ പ്രധാനമായിട്ടും ആപ്പിള്, അതുപോലെ തന്നെ വാട്ടർമെലൺ, തണ്ണിമത്തനൊക്കെ നമുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അസിഡിക് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കുറയ്ക്കുന്നതാണ് നല്ലത്. അസിഡിക് ആയിട്ടുള്ള ഫുഡിൽ വരുന്നതാണ് ഒന്ന് നമ്മളുടെ മീറ്റ്, ഇറച്ചികൾ, എല്ലാതരം ഇറച്ചികളും അസിഡിക് ആണ്. അതുപോലെ തന്നെ എല്ലാതരം ഈ നമ്മളുടെ ഫിഷസും അസിഡിക് ആണ്. റൈസ്, ചോറ് അസിഡിക് ആണ്. ബേക്ക് ചെയ്തിട്ടുള്ള പദാർത്ഥങ്ങൾ, കേക്കുകള്, സ്വീറ്റ്സ്, ഐസ്ക്രീം, ഇതൊക്കെ അസിഡിക് ആണ്. ഇതൊക്കെ നമ്മൾ
കുറയ്ക്കുന്നതാണ് നല്ലത്. ആൽക്കലൈൻ ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതുപോലെ വെജിറ്റബിൾസ്, ഇലക്കറികള് ഇതൊക്കെ കൂട്ടാനായിട്ടും, അതുപോലെ തന്നെ അസിഡിക് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ കുറയ്ക്കാനായിട്ടും മാക്സിമം ശ്രമിക്കാം. അത് നമ്മളുടെ pH ലെവലൊക്കെ ഉയർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് ഈ ഒരു നമ്മൾ ഏത് ടൈപ്പ് ഫുഡാണ് കഴിക്കേണ്ടതെന്നുള്ളത് 3 തരത്തിലാണ് ഈ സംഹിതകളിൽ പറയുന്നത്. സാത്വിക് ഫുഡ്, രാജസിക് ഫുഡ്, താമസിക് ഫുഡ് എന്ന് പറയും. എന്താണ് സാത്വിക് ഫുഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സാത്വിക് ഫുഡ് എന്താണെന്ന് നോക്കാം. സാത്വിക് ഫുഡ് എന്ന് വെച്ചാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ്, വളരെ ലഘുവായിട്ടുള്ള ഫുഡാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡിനെയാണ് സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് ദഹിക്കാൻ പറ്റുന്ന ഫുഡാണ് സാത്വിക് ഫുഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിക്കുന്ന ഈ ഒരു ഫുഡ് കഴിക്കുമ്പോൾ ഇതിൽ കൂടുതലും പച്ചക്കറികളും വെജിറ്റേറിയൻ ഫുഡ്സ് മാത്രമേ സാത്വിക് ഫുഡിൽ വരുന്നുള്ളൂ. മനുഷ്യൻ സ്വാഭാവികമായും ഒരു സസ്യബുക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ സാത്വിക് ഫുഡ്സിൽ വരുന്നുള്ളൂ. നമ്മളുടെ എനർജി ഒക്കെ കൂട്ടാനായിട്ടും, നമ്മൾ പെട്ടെന്ന് കണക്റ്റഡ് ആവാനായിട്ടും, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ